സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം വേനൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ്. ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. അജ്മൽ, ചൂടിന് ആശ്വാസമായി മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. എന്തൊക്കെ മുന്നറിയിപ്പുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്? ഏതൊക്കെ ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്? ക്രിസ്റ്റീന, സംസ്ഥാനത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചതുപോലെ തന്നെ മെയ് 1 മുതൽ വേനൽ മഴ ലഭിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം മുതൽ വേനൽ മഴ ശക്തമായി തന്നെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലാണ് ഇന്നലെയൊക്കെ ശക്തമായ വേനൽ മഴ ലഭിച്ചത്. ഇതിനു പിന്നാലെ ഇന്ന് മുതൽ, അതായത് മെയ് 1 മുതൽ മെയ് 5 വരെ, ചൊവ്വാഴ്ച വരെ സംസ്ഥാനത്ത് ഈ മഴ തന്നെ, വേനൽ മഴ തന്നെ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നിലവിൽ 8 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത്. അതിൽ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിൽ 64 മില്ലിമീറ്റർ മുതൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അതോടൊപ്പം തന്നെ ഇടിമിന്നൽ ജാഗ്രതയും ഈ ജില്ലകളിൽ പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വേനൽ മഴ തുടങ്ങിയതിനു പിന്നാലെ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെയായി പലയിടങ്ങളിലും ഇടിമിന്നൽ ഒരു ഗുരുതരമായ പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട്. പലരെയും ഈ മിന്നലൊക്കെ ഏൽക്കുന്ന സാഹചര്യം കൂടിയുള്ള പശ്ചാത്തലത്തിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. തുറസായ സ്ഥലങ്ങളിൽ മിന്നൽ അടിക്കുന്ന സാഹചര്യത്തിൽ തുറസായ സ്ഥലങ്ങൾ നിൽക്കരുത്, കെട്ടിടങ്ങളിലേക്ക് മാറണമെന്നും അതോടൊപ്പം തന്നെ ഗൃഹോപകരണങ്ങളും ഇലക്ട്രിക് ഉപകരണങ്ങളും ഒക്കെ മറ്റും ഈ ഇടിമിന്നലുള്ള സമയത്ത് ഇലക്ട്രിക് ബന്ധം വിച്ഛേദിച്ച്, വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിടണമെന്നും അടക്കമുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഏതായാലും 40 മുതൽ 50 കിലോമീറ്റർ വരെ കാറ്റ് ആഞ്ഞു വീശാനും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്ന പോലെ പ്രത്യേകിച്ച് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാഗങ്ങളിലും ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ മഴ സംസ്ഥാനത്ത് വ്യാപകമായതോടുകൂടി വൈദ്യുതി ഉപയോഗത്തിന് സംസ്ഥാനത്ത് കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ മൊത്തം വൈദ്യുതി ഉപയോഗം 106 ദശലക്ഷം യൂണിറ്റും വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 5500 മെഗാവാട്ടുമായിരുന്നു. 5053 മെഗാവാട്ടുമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 6000 മെഗാവാട്ട് വരെ വൈദ്യുതി ആവശ്യകത വൈകുന്നേരങ്ങളിൽ മാറിയപ്പോഴാണ് സംസ്ഥാനം വൈദ്യുതി നിയന്ത്രണത്തെക്കുറിച്ച് പോലും ആലോചിച്ചു തുടങ്ങിയത്. ഏതായാലും ഈ വൈദ്യുതി ഉപഭോഗം കൂടി വേനൽ മഴ ലഭിച്ചതോടെ കുറഞ്ഞതോടുകൂടി ഇനി ഇത്തരം വൈദ്യുതി നിയന്ത്രണങ്ങളോ ലോഡ് ഷെഡിങ്ങുകളോ ഉള്ള സാഹചര്യമില്ലെന്ന് കഴിഞ്ഞ ദിവസം വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഉന്മേഷ്, ക്രിസ്റ്റീന. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.